ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗോ ട്രെയിനിലുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പം കുറേ കാലമായി ഗോ ട്രെയിനിലുള്ള ഒരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ട്, പക്ഷേങ്കിൽ എപ്പോഴും തിരക്കുള്ള സമയത്താണ് യാത്ര പോവാറ് ഗോ ട്രെയിനിൽ. അപ്പം തന്നെ നമുക്ക് കൃത്യമായിട്ടൊന്നും വീഡിയോ എടുക്കാനോ മറ്റൊന്നും പറ്റില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന വിധത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് ചെറിയൊരു ട്രിപ്പ് എന്നൊന്നും പറയാനില്ല, ഒരു 2-3 സ്റ്റോപ്പേ ഉള്ളൂ. പക്ഷേങ്കിലും അന്ന് നമ്മളൊരു ഫ്രൈഡേ ആയിരുന്നു പോയിരുന്നത്. അപ്പോൾ ഫ്രൈഡേ എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ വീക്ക് ഡേയ്സ് ആണല്ലോ, അപ്പോൾ ആരും തന്നെ പ്രത്യേകിച്ച് ട്രെയിനിലില്ല. നമ്മൾ ആ ക്യാബിനിലൊക്കെ ഒരു 2-3 ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് സൗകര്യമായിട്ട് വീഡിയോ ഒക്കെ എടുക്കാനുള്ള ചാൻസ് കിട്ടി. അപ്പം ഇതിന് ട്രെയിൻ ഇപ്പോൾ ഇത് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മളങ്ങനെ കയറാൻ പോവുകയാണ്. അപ്പോൾ ഇതിന് മുന്നേ ടിക്കറ്റ് എന്ന് പറയുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറത്ത് തന്നെ നമുക്ക് ഈ എൻട്രി ആവുന്ന സ്റ്റേഷൻ്റെ അവിടെ തന്നെ ടാപ്പ് ചെയ്യാനൊരു മെഷീൻ വെച്ചിട്ടുണ്ടാവും. നമുക്കത് എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ടാപ്പ് ചെയ്യുക. അപ്പം ഓൾറെഡി ആ കാർഡ് നമ്മൾ റീചാർജ് ചെയ്തിട്ട് വെക്കുക എപ്പോഴും. എന്നിട്ട് അത് ജസ്റ്റ് അവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എമൗണ്ട് എടുത്തോളും. അപ്പം മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് $3 എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് ആണുള്ളത്. പിന്നെ അതിന് പ്രത്യേകിച്ചിട്ട് ഡെയിലി അങ്ങനെ ടി അവരിതിൻ്റെ ഉള്ളിൽ എക്സാമിൻ ചെയ്യാനൊന്നും ആരും ഉണ്ടാവില്ല. നമ്മൾക്ക് ചില സമയം നമ്മുടെ ഭാഗ്യവശാൽ വന്ന് നോക്കിയാൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ ഞങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ഇതുവരെ നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല, പക്ഷേ എങ്കിൽ വരും തോന്നുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് താഴത്തെ ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാണ്. അപ്പോൾ ഇനിയും അതായത് ഡോർ ക്ലോസ് ആയിട്ടില്ല, വണ്ടി എടുക്കാൻ പോകുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു 2-3 സെക്കൻഡ്സൊക്കെ അതിൻ്റെ ഉള്ളിൽ അവിടെ തന്നെ ഓരോ സ്റ്റേഷനും ടൈമുണ്ട്, അത് കഴിഞ്ഞാൽ മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ ഓക്കെ, അങ്ങനെ ട്രെയിൻ ഇതൊക്കെ ഡോറൊക്കെ ക്ലോസ് ആയിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. അങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറാണ് കേട്ടോ. അത് ഫസ്റ്റ് ഫ്ലോറിൽ ഇവിടെ തന്നെ കുറച്ച് സീറ്റിംഗ് കപ്പാസിറ്റി ആണുള്ളൂ. ഇത് ഞാൻ പറഞ്ഞില്ലേ, വീക്ക് ഡേയ്സ് ആയതുകൊണ്ട് ആരുമില്ല. അങ്ങനെ ആ ചെറിയൊരു സീറ്റിംഗ് ഫെസിലിറ്റീസാണ്. പിന്നെയെന്ന് പറയുന്നത് ഇന്നൊരു അപ്സ്റ്റേഴ്സ് കൂടിയുണ്ട് കേട്ടോ, സെക്കൻഡ് ഫ്ലോർ. അപ്പോൾ സെക്കൻഡ് ഫ്ലോറിലും ഞാനങ്ങനെ പോയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അതിലും 1-2 ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്കിതിൽ സൗകര്യപരമായിട്ട് ഇരിക്കാം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടൊക്കെ കൊണ്ടുവരുമ്പോൾ വെക്കാനും പിടിക്കാനൊക്കെ എളുപ്പമുണ്ട്. സാധാരണ ബസ്സൊക്കെ ആകുന്ന സമയത്ത് ഓരോരാൾക്ക് ഇപ്പം എൽഡേഴ്സിനൊരു സീറ്റിങ്, കുട്ടികൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ഈ സ്റ്റോളറൊക്കെ എടുത്തിട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളൊക്കെ വെക്കാം, ബാക്കി നമ്മൾ ഇരിക്കേണ്ടി വരും. ചില സമയം അവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇതിലാകുമ്പോൾ പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ എല്ലായിടത്തും ഗോ ട്രെയിൻ ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവില്ല. നമുക്ക് ആ സ്റ്റേഷൻ പോകേണ്ടതൊക്കെ നോക്കിയിട്ട് വേണം പോകണോ അതിൽ വേണ്ടിയോ എന്നുള്ളത് തീരുമാനിക്കുക. അപ്പോൾ ഇതങ്ങനെ പോയി മേലോട്ടൊക്കെ കയറി വന്നു, നോക്കിയിട്ട് അങ്ങനെ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ട്രെയിൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ അടുത്ത സ്റ്റോപ്പുണ്ട്. അതിൻ്റെ നെക്സ്റ്റ് സ്റ്റോപ്പാണ് ഞങ്ങൾക്ക് ഇറങ്ങേണ്ടത് കേട്ടോ. അപ്പം ട്രെയിനിൽ പോകുന്നതെന്ന്, അതായത് ഗോ ട്രെയിൻ ആകുന്ന സമയത്ത് നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇനിയൊരു ട്രെയിൻ എന്ന് പറയുന്നത് സബ്വേ ട്രെയിൻ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ഉള്ളിലൂടെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ വലിയ ഒന്നും കാണാൻ പുറമേ കാഴ്ചകളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവർക്കൊന്നും മക്കൾക്കൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ട്രാം എന്ന് പറയുന്നത് സ്മോൾ ട്രെയിൻ പോലെ തന്നെയാണ്. അത് പക്ഷേ എങ്കിൽ ഓൺ റോഡ് തന്നെയാണ്, റോഡിൻ്റെ മുകളിലൂടെ തന്നെയാണ് ട്രാക്ക് ഉള്ളത്. അപ്പം അതിലൂടെ അതും ഒരു എൻജോയബിൾ ഇത് തന്നെയാണ് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ അതും നമുക്ക് നന്നായിട്ട് പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണാം. പിന്നെ സ്പീഡൊക്കെ ഒരു മീഡിയം സ്പീഡിലേ ഓടുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോസ്. അപ്പം ഓക്കെ, ബൈ.